തെറ്റെന്നാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കള്ളു കുടിച്ച് വേണം ഉണ്ടാക്കുന്നത്. അതൊക്കെ മുട്ടാത്തര അതൊന്നല്ല, അങ്ങനെയൊന്നുമല്ല. അവനവന്റെ കാശ് കൊടുത്ത് കള്ളു കുടിക്കുന്നു എന്ന് പറയാം. കുടുംബത്തില് ശല്യം ഉണ്ടാക്കാൻ പാടില്ല, നാട്ടുകാരുടെ മുഖത്ത് കയറാൻ പാടില്ല. അപ്പൊ എല്ലാ ക്ഷീണം ഉണ്ടാവും. ആ ക്ഷീണം ഇപ്പൊ സംഭവിച്ചത്. അല്ല, പുള്ളി ഒന്നും ചെയ്തില്ല. ട്രെയിൻ ഓടി ഒന്നും അതിന്റെ മുറിയിൽ കയറി. അതൊക്കെ പുള്ളിക്കൊന്നും സംഭവിച്ചില്ല. പുള്ളിയുടെ ഈ കുഴപ്പം കൊണ്ടാണ് അങ്ങനെ വന്നതെന്നാണ് പറയുന്നത്. അത് വേറൊന്നുമില്ല. എന്നാ ഇതിന്റെ സത്യാവസ്ഥ ആൾക്കറിയാം. എന്നറിയോ, നമുക്ക് വരണം, അപ്പോഴേ നമുക്ക് മനസ്സിലാവുള്ളൂ. വേറൊരാൾക്ക് വന്നാൽ നമുക്ക് മനസ്സിലാവില്ല. അതാണ് അതിന്റെ കാര്യം. കട്ടുകൊണ്ട് പോവുക, ചോരെടുക്കുന്ന ഒരു കൊള്ളയടിച്ച് ഒരുത്തൻ കൊണ്ടുപോവുക. ആ കൊണ്ടുപോയവന് ഭയങ്കര സങ്കടമായിരിക്കും. അവന്റെ മുതൽ പോയില്ലേ, അതിന്റെ അടുത്തിരുന്നവൻ പറയും അവൻ അത് വേണം, അവന്റെ കൊണ്ടുപോകണം, അങ്ങനെ പറയും. ഇതായ കളി, ഇതായ ലോകം. അനുഭവം വന്നാലേ മനസ്സിലാവില്ല. അത്ര കളിയാക്കി അവരുടെ വീട്ടിൽ ശല്യമായി, അവന്റെ വീട്ടിൽ ശല്യമായി, ഒരു ഗത്യന്തരം ഇല്ലാതെയായി. അപ്പൊ പിന്നെ കുഞ്ഞുങ്ങളെ കൊണ്ട് പോയി. കുഞ്ഞുങ്ങളോ എന്റെ പൊന്നെ ആരെ കണ്ടാൽ നമുക്കുണ്ടല്ലോ സങ്കടം വരും. അതുപോലത്തെ രണ്ട് കൊച്ചുങ്ങളെ അതിനെ കൊണ്ട് മോളെ കണ്ണടച്ചോടിയെന്ന് പറയല്ല, തീർന്നു പരിപാടി. അപ്പൊ അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. അങ്ങോട്ട് കടക്കണം. ആ കടമ്പ അങ്ങോട്ട് കടന്നിട്ട് ചിന്തിച്ചാൽ അത് മനസ്സിലാവും. അല്ലെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. എന്റെ അതിലേക്കാന്നേ അറിയോ? പിന്നെ അല്ലാതെ ഞാൻ ചെറുപ്പത്തിലല്ലേ വാദിക്കുന്നത്. അതൊക്കെ പറയലേ ഞാന് ഒരു ചതിലപ്പുറേ പറഞ്ഞില്ല, അപ്പുറേ ഉള്ളൂ. എന്റെ പിള്ളേർ സൈക്കിളും കൊണ്ട് അതിലേക്ക് വരും, സൈക്കിളും ചോദിക്കുന്നുണ്ട്. എന്നാ പറയാനാണ്, എന്നാ നല്ല കുട്ടികളെന്നറിയാം. അതിനകത്ത് കാരണന്മാരൊക്കെ എന്തെങ്കിലുമൊക്കെ ചെയ്ത് കാണാം. ആ പിള്ളേരെന്ത് പഠിച്ചു, അവരൊന്നും ചെയ്തില്ല. ഓരോ കാണിച്ചു അവരുടെ വീട്ടുകാര് അപ്പനും അമ്മയും അവരും എതിരായി. പിന്നെ ഇവന്റെ വീട്ടുകാര് അവരും എതിരായി. പിന്നെ എങ്ങോട്ടാന്നെ പോണേ? വീട്ടിൽ കയറിയ ഇവനിടിയ, വീട്ടിൽ കയറി അവൻ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ പിന്നെ തമ്മിന്റെ ലഹളോ അയ്യാവേലിയാ. പിന്നെ അതുകൊണ്ട് ആ പിള്ളേർ അതിന് അനുസരിച്ചത് തത്തേക്കാന്ന് പറഞ്ഞത്. അതൊക്കെ ഒന്ന് ആലോചിച്ച് നോക്കണം. നമ്മൾ ഇല്ലാതെ ആയിപ്പോകും. കണ്ടമാനം ബുദ്ധിമുട്ടായിരുന്നു തോന്നുന്നു. അതിന് അങ്ങനെയൊന്നും വലിയൊന്നുമില്ല. അതും ഗുണമില്ല, ആ പുള്ളിയും ഗുണമില്ല എന്നുള്ളതാണ് എന്റെ അറിവില്. പുള്ളിയൊരു കഥ കേട്ടുണ്ടാവും, അതൊക്കെ വന്നിങ്ങനെ അങ്ങ് വലിഞ്ഞിരിക്കുന്ന പോലെ. ഇതൊക്കെ ന്യായമായ സാമ്പത്തിക ആണ്. രക്ഷിച്ച് കിട്ടുന്ന കാരണം കൊണ്ട്. പിന്നെ രണ്ട് പിള്ളേരുണ്ടല്ലോ, അതൊന്നും പുള്ളി അംഗീകരിക്കുന്നില്ലല്ലോ. അവനംഗീകരിക്കുന്നില്ലല്ലോ. ഞാൻ അടച്ച പൈസ എന്തെയ്യാന്ന പുള്ളി പുറത്തായിരുന്നു. അപ്പൊ ഞാൻ അടച്ച പൈസയൊക്കെ നീ ഓർത്തടിച്ചു, അതാണ് കേസ്. അവിടെയാണ് അതിന്റെ കുഴപ്പം കിടക്കുന്നത്. അപ്പന്റെ അമ്മയുടെയും കൂടെ ആ പുള്ളിക്കാരൻ അപ്പൻ പറയണ പോലെ ആ കാര്യങ്ങൾ നടക്കുമല്ലോ. അതാണ് എന്റെ കാര്യം. ആ പുള്ളിക്ക് ജാമ്യം കിട്ടിയല്ലേ? ജാമ്യം കിട്ടിയേട്ടാ. അതും കിട്ടും. അത് എന്നാ തല്ലിക്കൊന്നാലും